മാത്രമല്ല സുഹൃത്തുക്കളെ, ഫജ്ലിദൂഹും എന്ന് പറഞ്ഞില്ലേ, ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അവരെ അടിക്കണം. ആ അടിക്കണം എന്ന കൽപ്പന ആരോടാണ് ആ കൽപ്പന? നാട്ടിലുള്ള പൗരന്മാരെ ഏറ്റെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരാൾ വ്യഭിചരിച്ചു, കുറ്റം തെളിയിക്കപ്പെട്ടു എങ്കിൽ ആ പെണ്ണിന്റെ ബാപ്പക്കോ പെണ്ണിന്റെ ആങ്ങളമാർക്കോ പെണ്ണിന്റെ രക്ഷാധികാരികൾക്കോ ഈ വ്യഭിചാരം നടത്തിയവനെ അടിക്കാനോ ശിക്ഷിക്കാനോ കൊല്ലാനോ പറ്റുമോ? നിയമം കയ്യിലെടുക്കാൻ ഒരു പൗരനും അവകാശമില്ല. നിങ്ങളവരെ അടിക്കുവീൻ എന്നുള്ള കൽപ്പന മുഫസ്സിറുകൾ കൃത്യമായി തന്നെ പറയുന്നു. വൽ ഖിതാബു ബിൽ അംരി ബിൽ ജിൽദി മുവജ്ജഹുൻ ഇലൽ മുസ്ലിമീൻ ഫയഖൂമു ബിഹി മൻ യതവല്ലാ ഉമൂറൽ മുസ്ലിമീന മിനൽ ഉമറാഇ വൽ ഖുദാതി വലാ യതവല്ലാഹു അൽ ഔലിയാ. വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അതെന്താ? ആ കൽപ്പന ഭരണാധികാരികളോട് മാത്രമാണ്. മുസ്ലിമീങ്ങളുടെ കാര്യം ഏറ്റെടുത്തിട്ടുള്ള ഇസ്ലാമിക ഗവൺമെന്റിനോടാണത്. അവിടെ അവർ നിശ്ചയിക്കുന്ന, ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഖാദിക്കാണ് അതിന് അധികാരം. അതല്ലാതെ ഇരകളുടെ ബന്ധുക്കൾക്ക് അത് നടപ്പിലാക്കുവാൻ അധികാരമില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഇസ്ലാമിൽ ഈ വിഷയത്തിൽ മാത്രമല്ല. ഒരു ശിക്ഷയും നടപ്പിലാക്കുവാൻ, ഇസ്ലാമിലെ ക്രിമിനൽ നിയമങ്ങളുടെ ഒരു ശിക്ഷയും നടപ്പിലാക്കുവാൻ ഒരു പൗരനും അവകാശമില്ല. അത് കൽപ്പനയൊക്കെ രാജ്യത്തെ കോടതിയോടും ജഡ്ജിയോടുമാണ്. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് ഏത് കാര്യത്തിലും, ഇതിൽ മാത്രമല്ല, ഒന്നിലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിന് ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു പൗരനും പറയാൻ പാടില്ല. അത് മനസ്സിലാക്കാത്തവരാണ് രാജ്യത്തെ തീവ്രവാദം ഇസ്ലാമിന്റെ പേരിൽ വിറ്റഴിക്കാൻ നോക്കുന്നത്. പലരും ഞങ്ങൾ രാജ്യത്തിന്റെ അമീർമാരാണ്, ഞങ്ങളാണ് ഈ സ്റ്റേറ്റിന്റെ, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെയാണ് സ്വയം ഖലീഫ എന്ന് പറഞ്ഞിട്ട് പല തെമ്മാടിത്തങ്ങളും മറ്റു പല യഹൂദികളുടെയും സയനിസ്റ്റുകളുടെയും ഒത്താശയോടുകൂടി ലോകത്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാമിന്റെ പേര് ചീത്തയാക്കുവാൻ വേണ്ടി. സൂക്ഷിക്കണം. അവർ ഇസ്ലാമിന്റെ ആളുകളല്ല. ഗൗരവത്തോടെ നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. അപ്പൊ ഇത് നടപ്പിൽ വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഇസ്ലാമിക ഗവൺമെന്റിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടിക്കണം എന്ന് പറഞ്ഞില്ലേ, ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, 100 അടി അടിക്കണം. അതിന് തന്നെയും നിയമങ്ങളുണ്ട്. എന്താ അതിന്റെ നിയമങ്ങള്? അടിയുടെ അടയാളം ചർമ്മത്തിൽ പതിയാവുന്ന നിലക്കുള്ള അടിയേ പറ്റുള്ളൂ. മാംസത്തിലേക്ക് പ്രവേശിക്കരുത്. മാംസകഷ്ണങ്ങളൊക്കെ തെറിച്ചു വീഴുന്ന നിലക്ക് വമ്പിച്ച വലിയ ഒലക്ക പോലത്തെ വലിയ കട്ടിയുള്ള വസ്തുക്കളോ ഒന്നും എടുത്തിട്ട് അടിക്കാൻ പാടില്ല. ഇടത്തരം ചമ്മട്ടി, വളരെ ലോലവുമല്ല ഭയങ്കര കട്ടിയുള്ളതും ആവരുത്. ഇടത്തരം ചമ്മട്ടി കൊണ്ട് അടിക്കേണ്ടത്. അത് തന്നെ കക്ഷം വല്ലാതെ ഉയർന്നു പോകരുത്. ഓങ്ങിയൊന്നും അടിക്കാൻ പാടില്ല എന്നാണ്. ഒരു മിതമായ അടിക്കലാണ്. ഒരൊറ്റ സ്ഥലത്ത് തന്നെ അടിച്ചു പൊട്ടിക്കരുത്. ശരീരത്തിലും മുഖത്തും തലയിലും ഗുഹ്യഭാഗത്തും അല്ലാത്തിടങ്ങളിൽ മാത്രമേ അടിക്കാവൂ എന്ന് നിയമമുണ്ട്. അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അതൊക്കെ ഇസ്ലാം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അനുബന്ധമായ കാര്യങ്ങളാണ്.